ഹലോ ഫ്രണ്ട്സ്, ഹസിസ് സ്വാഗതം. ഇന്നൊരു കട്ട്ലറ്റിൻ്റെ റെസിപ്പിയിലാണ് വന്നിരിക്കുന്നത്. ആദ്യം നമുക്ക് ഒരു പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2-3 ടേബിൾ സ്പൂൺ മതി കേട്ടോ. അതിലേക്ക് സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത്. ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ടുണ്ട്. കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് കുറച്ച് ഇഞ്ചി അരച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി അരച്ചത് ചേർത്ത് കൊടുക്കാം. ഞാൻ വെളുത്തുള്ളി സാധാരണ കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യാറില്ല. നിങ്ങൾക്ക് ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ യൂസ് ചെയ്യാട്ടോ കുറച്ച്. ഇതിലേക്ക് നമുക്കിനി എരിവിന് വേണ്ടിയിട്ട് കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഒരു 2 പച്ചമുളകാണ് ഞാൻ യൂസ് ചെയ്തത്. എരിവാണെങ്കിൽ നിങ്ങൾ കൂടുതൽ ക്വാണ്ടിറ്റി എടുത്തോളൂ കേട്ടോ. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ സവാളയും പച്ചമുളകും ഇഞ്ചിയൊക്കെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയാണ് പിന്നെ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കളർ വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടി ഇതിൽ യൂസ് ചെയ്യുന്നില്ല. ഇതിലേക്ക് നമുക്ക് മുട്ടയാണ് പിന്നെ ചേർത്ത് കൊടുക്കുന്നത്. 2 മുട്ട ഞാൻ നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുട്ടയിൽ ഞാൻ വേറെ ഉപ്പ് ചേർത്തിട്ടില്ല. നമ്മുടെ മസാല തന്നെ ഉപ്പുള്ളതുകൊണ്ട് ഞാൻ എക്സ്ട്രാ ഉപ്പൊന്നും നമ്മുടെ മുട്ടയിൽ ചേർത്ത് കൊടുത്തിട്ടില്ല. നമുക്ക് നന്നായിട്ടൊന്ന് ചിക്കി എടുക്കണം. നമ്മൾ ഉപ്പേരിയൊക്കെ പരുവത്തിൽ ഉണ്ടാക്കൂലേ, മുട്ട ചിക്കിയിട്ട് അതേമാതിരി നന്നായിട്ട് ചിക്കിയെടുക്കാം. മുട്ട നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടുന്നത് കാണുന്നില്ലേ, ഇതേപോലെ ചെയ്തെടുത്താൽ മതി. ഇതിലേക്ക് നമുക്കിനി ഉരുളക്കിഴങ്ങാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 2 ഉരുളക്കിഴങ്ങ് ഞാൻ പുഴുങ്ങി തൊലി കളഞ്ഞിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. 2 മുട്ടയാണ് യൂസ് ചെയ്തത്. അതേപോലെ തന്നെ 2 ഉരുളക്കിഴങ്ങുമാണ് യൂസ് ചെയ്തത്. 2 സെയിം ക്വാണ്ടിറ്റിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മല്ലിയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതും ഒരു തണ്ട് കറിവേപ്പില മതി. കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലുള്ള കട്ട്ലറ്റ് ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇതേപോലത്തെ ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. കുറച്ച് ഈസി അല്ലേ അത്, ആ ഷേപ്പ് ഉണ്ടാക്കാം. എല്ലാവർക്കും പെട്ടെന്ന് പറ്റുകയും ചെയ്യും. നമുക്ക് കുക്കി കട്ടർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഡിസൈൻ ചെയ്തെടുക്കാം. ഇതേപോലെ ബാക്കിയുള്ള മുഴുവൻ നമുക്ക് റെഡിയാക്കി എടുക്കാം. മുഴുവൻ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ കുറച്ച് നേരം. അപ്പോൾ നമുക്ക് മുക്കിയെടുക്കാൻ കുറച്ച് ഈസി ആയിരിക്കും. നമ്മുടെ കട്ട്ലറ്റ് നമുക്ക് നിന്ന് പൊരിച്ചെടുക്കാം. അതിനായിട്ട് ബ്രെഡിൻ്റെ പൊടി ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ മുട്ടൻ്റെ വെള്ളയും പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കട്ട്ലറ്റിൻ്റെ കൂട്ടും റെഡി ആയിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ മുട്ടൻ്റെ വെള്ളയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് റോൾ ചെയ്തെടുക്കാം. ഒരു സ്പൂണോ ഫോർക്കോ എന്തെങ്കിലും ഉപയോഗിച്ചൊന്ന് റോൾ എടുത്തോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ കയ്യിൽ പറ്റി പിടിക്കുന്നത് ഒഴിവാകുകയും ചെയ്യും. കയ്യിൽ പറ്റി പിടിക്കുമ്പോൾ നമുക്ക് അടുത്തതെടുത്തുണ്ടാക്കുന്ന സമയത്ത് അതിലും കൂടി പൊടി മിക്സ് ആയി വരും. അപ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ ഇതേപോലെ ഞാൻ മുഴുവൻ കട്ട്ലറ്റ് റെഡി ആക്കിയിട്ടുണ്ട്. പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഫ്രൈ ചെയ്തെടുക്കാൻ വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഉപയോഗിച്ചോളൂ കേട്ടോ. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച കട്ട്ലറ്റ് ഇട്ട് കൊടുക്കാം. 2 സൈഡ് നന്നായിട്ടൊന്ന് മുറിച്ചെടുക്കണം. ഒരു സൈഡ് ആയതുകൊണ്ട് ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ ബാക്കിയുള്ള നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്താൽ മതി. ഞാൻ ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം പെട്ടെന്ന് റെഡി ആവട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അത് പെട്ടെന്ന് തന്നെ ബ്രെഡിൻ്റെ പൊടി ഇങ്ങനെ അതിൽ നിന്ന് വിട്ട് വരാൻ തുടങ്ങി. എന്നിട്ട് ഈ കറക്റ്റ് ഷേപ്പ് എനിക്ക് നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ലോ ഫ്ലെയിമിലിടുക അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലിട്ട്. ലോ ഫ്ലെയിമിലിട്ടും കുക്ക് ചെയ്താൽ മതിയാവും. നമുക്ക് ഉരുളക്കിഴങ്ങൊക്കെ ആദ്യം വെന്ത് വന്നതല്ലേ, അതുകൊണ്ട് പുറത്തുള്ള ബ്രെഡ് ക്രംസ് മാത്രം വെന്ത് വന്നാൽ മതിയല്ലോ. മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യുക അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്താൽ മതി. എന്നാൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള കട്ട്ലറ്റ് നമുക്ക് റെഡി ആയി കിട്ടും. അപ്പോൾ നമ്മളെ കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. ഓരോന്നേരം ഞാൻ കോരി എടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ കട്ട്ലറ്റും ബീഫ് കട്ട്ലറ്റും ഫിഷ് കട്ട്ലറ്റൊക്കെ നിങ്ങൾ കഴിച്ചിട്ടില്ലേ, അതേപോലെ തന്നെ ഈ വ്യത്യസ്തമായ ടേസ്റ്റുള്ള എഗ്ഗ് കട്ട്ലറ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയ റെസിപ്പി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.